ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പാവയ്ക്ക അച്ചാറാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് ഒരുപാട് നാൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 പാവയ്ക്കാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ പാവയ്ക്ക മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പം അതിനായിട്ട് ഞാൻ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട, ഒരു 2-3 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്ത് എടുത്താൽ മതിയാവും. നമ്മുടെ പാവയ്ക്ക ഇപ്പോൾ ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വേവിച്ചെടുത്ത പാവയ്ക്ക നമുക്ക് ഈ ട്രേക്കകത്തോട്ട് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇതിനി 2 ദിവസം നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ കുവൈറ്റിലാണുള്ളത്. അപ്പം ഇവിടെ നല്ല ചൂടാണ്. അത് കാരണം ഞാൻ ഒരു ദിവസമേ വെക്കുന്നുള്ളൂ. അപ്പം സാധാരണ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ 2 ദിവസം വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇതിപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഉണങ്ങേണ്ട ആവശ്യമില്ല. ഇതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഈ അച്ചാറിടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചി വേണം. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഉണങ്ങിയെടുത്ത പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ കടുകെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പാവയ്ക്ക ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പാനി വേണം. അതിനായിട്ട് നമുക്ക് ഒരു ശർക്കര ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പാനിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ശർക്കര പാനി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഇടാനായിട്ട് തുടങ്ങാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുകെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഉലുവായി ഇട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. മുളകും മഞ്ഞളും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ആറാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഇത് ആറിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർക്കാം. അപ്പം നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവി ഇവിടെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം.
ഈ കുപ്പിക്കകത്തോട്ട് മാറ്റാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മധുരവും എരിവും ഒക്കെ ഉള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ റെഡിയാക്കി എടുത്താൽ വളരെ കാലം നമുക്ക് കേടുകൂടാതെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.